മൈക്രോ കൺട്രോളർ എന്നാണ് 8 ബിറ്റ് പ്രോസസർ ആണ്. 8 ബിറ്റ് പ്രോസസർ എന്ന് പറയുന്നത് തന്നെ 8 ഡേറ്റ ലൈൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. 16 അഡ്രസ് ലൈൻസ് വന്നിട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ വന്നിട്ട് 8051 മൈക്രോ കൺട്രോളർ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇന്റർണലി എന്തുണ്ട്, റോം മെമ്മറിയും ഉണ്ട്, റാം മെമ്മറിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ തന്നെ ജസ്റ്റ് ഒന്ന് തുടക്കമായിട്ട് ഇട്ടിരിക്കുന്നതാണ് പ്രോഗ്രാം മെമ്മറി. 8051 മെമ്മറി ഓറിയന്റേഷൻ വന്നിട്ട് രണ്ടായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. റോം മെമ്മറി, പ്രോഗ്രാം മെമ്മറി എന്ന് നമ്മൾ അതിനെ പറയാറുണ്ട്. അടുത്തത് റാം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ മെമ്മറി എന്നാണ് നമ്മൾ അതിനെ പറയത്തുള്ളൂ അല്ലെ. പ്രോഗ്രാം മെമ്മറി വന്നിട്ട് എന്താണ് 4 കിലോബൈറ്റ്സ് ഓഫ് മെമ്മറീസ് ആയിരിക്കും ഇരിക്കുന്നത്. അത് 8051 പറയുന്നത് ഏത് അഡ്രസ്സിന്റെ റേഞ്ചിലായിരിക്കും എന്ന് പറയുമ്പോഴേക്കും 40 തൊട്ട് 0FFF വരെയുള്ള അഡ്രസ് റേഞ്ചിലായിരിക്കും പ്രോഗ്രാം മെമ്മറി വന്നിട്ട് പറയുക. ഇതിനകത്ത് വരുന്ന ചോദ്യം വന്നിട്ട് 4 കിലോബൈറ്റ്സ് എന്ന് പറയുന്ന ചോദ്യം വരാം. പിന്നെ അഡ്രസ് റേഞ്ച് വന്നിട്ട് 40 തൊട്ട് 0FFH വരെ ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യം വരാം. പിന്നെ ഉള്ളത് റാം മെമ്മറി. റാം മെമ്മറി എന്താണ് 8051 മൈക്രോ കൺട്രോളർ വന്നിട്ട് എന്താണ് 128 കിലോബൈറ്റ്സ് ഓഫ് റോം മെമ്മറി ആണ് ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് 256 ബൈറ്റ്സ് ഓഫ് മെമ്മറീസ് വന്നിട്ട് പ്രസന്റ് ആയിട്ടാണ് അതിനകത്ത് ഇരിക്കുന്നത്. 256 ഓഫ് ബൈറ്റ്സ് പ്രസന്റിൽ വന്നിട്ട് 128 മാത്രമാണ് നമ്മൾ കൂടുതലും റാം മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള 128 ഓഫ് മെമ്മറീസ് വന്നിട്ട് എന്താണ് ഡിവൈഡഡ് ഇൻടു വർക്കിംഗ് രജിസ്റ്റേഴ്സുകളുടെ പേരിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അറേഞ്ച്ഡ് ആസ് രജിസ്റ്റർ ബാങ്ക്, ബിറ്റ് അഡ്രസബിൾ ഏരിയ, ജനറൽ പർപ്പസ് റാം ഫോർ ദ ഫസ്റ്റ് 128 മാത്രമാണ് നമ്മൾ കൂടുതലും വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പൊതുവെ കോമൺ ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റാം മെമ്മറി എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ 128 തന്നെയാണ് പറയേണ്ടത് കേട്ടോ. 256 അല്ല പറയേണ്ടത്. അതിൽ ഈ 256 എന്താണ് 256 128 മാത്രമാണ് നമ്മൾ രജിസ്റ്റേഴ്സുകളൊക്കെ ആയിട്ട് കുറച്ച് ഇതായിട്ട് യൂസ് ചെയ്യുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ബാലൻസ് ആയിട്ടുള്ള മെമ്മറി ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നത് കൊണ്ട് ഇതിന്റെ റാം മെമ്മറി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ 128 കിലോബൈറ്റ്സ് ഓഫ് മെമ്മറി എന്ന് വേണം നമുക്ക് പറയാൻ കേട്ടോ. അപ്പൊ ഈ 128 ഓഫ് കിലോബൈറ്റ്സ് ഓഫ് മെമ്മറിയാ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്ന എഴുതിയിരിക്കുന്നതൊന്നും ക്ലിയർ ആകുന്നില്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു എന്താണ് ടേബിൾ ആയിട്ട് ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണ് റാം മെമ്മറിയാണ്. റാം മെമ്മറി എന്താണ് 128 ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ ലോവർ 00 തൊട്ട് 7F വരെ ഉള്ളത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പർ ആയിട്ടുള്ള 7F കഴിഞ്ഞിട്ടുള്ള 80 തൊട്ട് FF വരെ ഉള്ളത് വന്നിട്ട് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് 128 വരുന്നത്. ഇതുകൂടാണ്ട് ഒരു 128 കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരിക്കും ടോട്ടൽ ആയിട്ട് 256 ഉണ്ട്. അതിൽ നമ്മൾ ബാക്കിയുള്ള 128 അഡീഷണൽ മെമ്മറി ആയിട്ട് ജസ്റ്റ് കിടക്കണേന് അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് ആയിട്ടാണ് നമ്മൾ പറ്റത്തുള്ളൂ. ഇവിടെ 8051 മൈക്രോ കൺട്രോളറിൽ യൂസ് ചെയ്യുന്ന എല്ലാ രജിസ്റ്റേഴ്സുകളും തന്നെ എന്താണ് അഡ്രസബിൾ രജിസ്റ്റേഴ്സ് ആണ്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ ഈ ബാങ്ക് 0 എന്ന് പറഞ്ഞ ഒരു എന്താണ് ബാങ്ക് 0 എന്ന് പറഞ്ഞ ഇതിനകത്ത് 8 രജിസ്റ്റേഴ്സുകൾ ഉണ്ട്. അതിനകത്ത് R0 to R7 എന്ന് പറഞ്ഞ 8 രജിസ്റ്റേഴ്സ്. അതിൽ ഇപ്പൊ ബാങ്ക് 0ൽ R0 എന്ന് പറഞ്ഞ രജിസ്റ്റർ എനിക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അഡ്രസ് വേണം സ്പെസിഫൈ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ബാങ്ക് 0ൽ R0 എന്ന് പറഞ്ഞ ഒരു രജിസ്റ്റർ ആണ് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ അഡ്രസ് എന്താണ് 00 ആണ്. അപ്പൊ ഇങ്ങനെ 00 കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും ബാങ്ക് 0ൽ R0 ആണെന്നുള്ളത് മനസ്സിലാകും. അങ്ങനെ ഓരോ രജിസ്റ്ററുകൾക്കും എന്തുണ്ട് അഡ്രസ് വന്നിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 8051 മൈക്രോ കൺട്രോളറുടെ പ്രത്യേകത അതാണ്. ഈ നമ്മൾ എന്താണ് 8085 പ്രോസസറിനകത്ത് ഇൻസ്ട്രക്ഷനിൽ കൂടി വന്നിട്ട് രജിസ്റ്റർ മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൂടുതലും യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് എന്താണ് മിക്ക എല്ലാ രജിസ്റ്റേഴ്സും നമ്മൾ എന്താണ് ഇൻസ്ട്രക്ഷനിൽ കൂടി കണ്ടീഷൻസിൽ കൂടി ടൈമർ ആയിട്ട് കൗണ്ടർ ആയിട്ട് പിന്നെ എന്താണ് സീരിയൽ ബഫർ ഒക്കെ അങ്ങനെയൊക്കെ ആയിട്ട് കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിന് ഒരു എക്സ്പ്ലനേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ എടുത്തിട്ടിരിക്കുന്നത്. അതിൽ നമുക്ക് എന്താ പറഞ്ഞത് 128 ശ്രദ്ധിച്ചോ 128 ഉണ്ട്. ടോട്ടലി 256 മെമ്മറി ഉണ്ടെങ്കിൽ പോലും അതിൽ 128 മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് 8051ന്റെ ഇന്റർണൽ റാം മെമ്മറി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 128 എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ അതിൽ ആ ഫസ്റ്റ് 128ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ മെമ്മറി അപ്പർ മെമ്മറി എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ലോവർ മെമ്മറി ആണ്, ഇത് അപ്പർ മെമ്മറി ആണ്. ഓക്കെ, ഈ ലോവർ മെമ്മറി തുടങ്ങുന്നത് 00 തൊട്ട് 7F വരെയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. 00 തൊട്ട് 7F വരെയാണ്. അപ്പർ മെമ്മറി തുടങ്ങുന്നത് 80 തൊട്ട് FF വരെയാണ് അതിന്റെ അഡ്രസ് വരുന്നത്. നമ്മൾ റോം മെമ്മറിയുടെ അഡ്രസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ 40 തൊട്ട് 0FFF എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റാം മെമ്മറിക്കും അഡ്രസ് വരുന്നത് 20 തൊട്ട് FF വരെയാണ്. അതിൽ തന്നെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നോക്കുമ്പോഴേക്കും എന്താണ് ഇതിനകത്ത് ലോവർ ഇതിനകത്ത് തന്നെ 4 ബാങ്ക് ഓഫ് രജിസ്റ്റേഴ്സ് ആണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3 എന്ന് പറഞ്ഞിട്ട് ഓരോ ബാങ്കിനകത്തും 4 രജിസ്റ്റേഴ്സുകളാണ് ഉള്ളത്. 8 രജിസ്റ്റേഴ്സുകളാണ് ഉള്ളത്. ആ 8 രജിസ്റ്റേഴ്സ് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0 to R7 എന്ന് പറഞ്ഞിട്ട് ഓരോ രജിസ്റ്ററിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ഇതിലും അഡ്രസ് വന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഈ 4 ബാങ്കുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന 120 തൊട്ട് 2F വരെ ഉള്ളത് 16 ബിറ്റ് അഡ്രസ് രജിസ്റ്റേഴ്സുകളായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഫുള്ളും സ്പേസുകൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇവിടെ ഈ വന്നിരിക്കുന്ന ഡയറക്റ്റ് ആയിട്ട് അഡ്രസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സുകൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സുകളായിട്ടാണ് നമുക്ക് വരുന്നത്. ഈ ഇൻഡയറക്റ്റ് അഡ്രസ്സിൽ വന്നിട്ട് കുറച്ച് മെമ്മറി സ്പേസ് ചുമ്മാ ജസ്റ്റ് നമ്മൾ empty ആയിട്ട് വെച്ചിരിക്കുന്നതിനെ അഡ്രസബിൾ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഈ ബാങ്കുകളിൽ വന്നിട്ടുള്ള സെലക്ഷൻസ് വന്നിട്ട് ഡിപെൻഡ്സ് അപ്പോൺ വന്നിട്ട് ഫ്ലാഗ് രജിസ്റ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സെലക്ട്
ചെയ്യുന്നത്. ഏത് ബാങ്കിലുള്ള രജിസ്റ്റർ ആണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലാഗ് രജിസ്റ്ററിനകത്ത് 2 സെറ്റ് പിൻ ഉണ്ട്. അതിനകത്ത് സെലക്ഷൻസ് ആകുന്നത് വെച്ചിട്ടാണ് ഈ ബാങ്ക് രജിസ്റ്റേഴ്സ് വന്നിട്ട് സെലക്ഷൻ ആകുന്നത്. ഈ 21 സ്പെഷ്യൽ രജിസ്റ്റേഴ്സ് വന്നിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടേബിളും കൂടി ഇട്ടിരിക്കുന്നത്. അതിൽ ഓരോ രജിസ്റ്ററിന്റെ പേര് നോക്കിക്കഴിഞ്ഞാൽ ACC എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ, B രജിസ്റ്റർ, ഡേറ്റാ പോയിന്റർ രജിസ്റ്റർ വന്നിട്ട് 8 ബിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഡേറ്റാ പോയിന്റർ ഹൈ, ഡേറ്റാ പോയിന്റർ ലോ എന്ന് പറഞ്ഞിട്ട്. അടുത്തത് I എന്ന് പറഞ്ഞാൽ ഇന്ററപ്റ്റ് ഇനേബിൾ കൺട്രോൾ, ഇന്ററപ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് INT0, INT1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 ഇന്ററപ്റ്റ് ഇല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഇന്ററപ്റ്റ് പ്രയോറിറ്റി ഉള്ളത്. അടുത്തത് പോർട്ടുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് P0, P1, P2, P3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ എന്താണ് നമ്മൾ പവർ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സിസ്റ്റം തന്നെ കുറച്ച് നേരം യൂസ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ തന്നെ എന്താകും, അത് വന്നിട്ട് ലൈറ്റ് വന്നിട്ട് ഓഫ് മോഡിലോട്ടാകും. അങ്ങനെ പവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു രജിസ്റ്റർ ആണ് PCON. പിന്നെ PSW ആണ് എന്റെ ഫ്ലാഗ് രജിസ്റ്റർ എന്ന് പറയുന്നത്. പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 8085 പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. SCON എന്ന് പറഞ്ഞാൽ സീരിയൽ കൺട്രോൾ രജിസ്റ്റർ ആണ്. സീരിയൽ ബഫർ രജിസ്റ്റർ SBUF, SP എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിന്റർ. പിന്നെ ടൈമർ കൺട്രോൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് T-മോഡ്, T-CON എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടൈമർ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 2 ടൈമർ ഉള്ളതുകൊണ്ട് TL0, TH0, TL1, TH1 രണ്ടും 16 ബിറ്റ് രജിസ്റ്റർ ആണെന്ന് പറഞ്ഞു. പക്ഷേ നമ്മളിവിടെ എന്താണ് 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആയിട്ട് മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് എല്ലാത്തിനെയും നോക്കിക്കഴിഞ്ഞെങ്കിൽ ഇന്റർണലി വന്നിട്ട് അഡ്രസ്സുകൾ വന്നിട്ട് സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഇത് എങ്ങനെയെങ്കിലൊക്കെ നിങ്ങൾ മനസ്സിലാവുന്ന വിധത്തിൽ ഒന്ന് പഠിച്ചെടുത്തോളൂ. ഈ ഒരു രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഷുവർ ആയിട്ട് എന്താണ് പഠിച്ചെടുക്കാൻ പറ്റും. അടുത്തത് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിനെ കുറിച്ചിട്ട് പറയാം. നമ്മൾ 8085 പ്രോസസറിൽ 5 ഫ്ലാഗ് രജിസ്റ്റേഴ്സ് എന്താണ് ഫ്ലാഗ് രജിസ്റ്ററിൽ 5 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും വന്നിട്ട് എന്താണ് 6 സ്പേസുകളാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകളായിട്ട് യൂസ് ചെയ്യുന്നത്. 2 വന്നിട്ട് അൺഡിഫൈൻഡ് ആണ്, ബാക്കിയുള്ളത് ഫുള്ളും ഡിഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ P എന്ന് പറഞ്ഞാൽ പാരിറ്റി ഫ്ലാഗ് നമ്മൾ 8085 പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് എന്താണ് അരിത്മാറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റിസൾട്ടിൽ വന്നിട്ട് ഈവൻ നമ്പർ ഓഫ് 1 ഉണ്ടെങ്കിൽ പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആകും, അല്ലെങ്കിൽ റീസെറ്റ് ആകും. C എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗും ഇതുപോലെ തന്നെ 8th ബിറ്റ് കൂടാണ്ട് 9th ബിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ആകും. ആ ക്യാരി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ബിറ്റ് വന്നിട്ട് ഓവർഫ്ലോ ആയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലാഗ് ആണ് ഓവർഫ്ലോ ഫ്ലാഗ്, OV എന്ന് പറഞ്ഞത്. അടുത്തത് AC എന്ന് പറഞ്ഞത് ആക്സിലറി ക്യാരി ഫ്ലാഗ്. ഇതും 8085 പോലെ തന്നെ അതായത് ലോജിക്കൽ ഓപ്പറേഷൻസ് അരിത്മാറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുന്ന സമയത്ത് D3 ബിറ്റിൽ നിന്ന് D4 ബിറ്റിലോട്ട് ക്യാരി വരുവാണെന്നുണ്ടെങ്കിൽ ആക്സിലറി ക്യാരി ഫ്ലാഗ് വന്നിട്ട് സെറ്റ് ആകും. ഇതുകൂടാണ്ട് നമ്മൾ എക്സ്ട്രാ പഠിക്കുന്ന ഒരു ഇതാണ് RS1 RS0 എന്ന് പറഞ്ഞത്. ഈ RS1 RS0 എന്ന് പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് നമ്മൾ കാണിച്ചതിൽ ബാങ്ക് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞില്ലായിരുന്നു. ബാങ്ക് 0, ബാങ്ക് 1, ബാങ്ക് 2, ബാങ്ക് 3 ഇതിൽ ഏത് ബാങ്കാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ ഫ്ലാഗ് രജിസ്റ്ററിൽ വരുന്ന ഇതിന്റെ കോമ്പിനേഷൻസ് വെച്ചിട്ടാണ്. RS1 RS0 അതായത് 00 ആണെങ്കിൽ എന്തായിരിക്കും, 01 ആണെങ്കിൽ ഒരു ബാങ്ക് സെലക്ടഡ് ആകും. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ബാങ്ക് ഏതാണെന്ന് പറയാൻ പറ്റും. 00 ആണെങ്കിൽ ബാങ്ക് 0 സെലക്ടഡ് ആകും. ബാങ്ക് 0ൽ എന്താണ് 8 രജിസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ, ആ 8 രജിസ്റ്റേഴ്സുകളുടെ പേരാണ് ഇവിടെ തന്നിരിക്കുന്നത്. 00 തൊട്ട് 07. ഇതേത് 01 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ വരുവാണെങ്കിൽ ബാങ്ക് 1 സെലക്ടഡ് ആകും. 08 തൊട്ട് 0A വരെ ആയിരിക്കും വരുന്നത്. അടുത്തത് വന്നിട്ട് 10 ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് 2 തൊട്ട് സെലക്ടഡ് ആകും. 10 തൊട്ട് 17 വരും. അടുത്തത് 1 ആണെന്നുണ്ടെങ്കിൽ ബാങ്ക് 3 തൊട്ട് ഇത് 8 അല്ല 18 ആണ്. 18 തൊട്ട് 1F വരെ ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ ബാങ്ക് സെലക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്ലാഗ് രജിസ്റ്ററിനകത്ത് RS1 RS0 ഇരിക്കുന്നത്. അല്ലാതെ മറ്റത് എല്ലാം തന്നെ നമുക്ക് എന്താണ് 8085 വരുന്നത് തന്നെയാണ്. ഇവിടെ എക്സ്ട്രാ ഓവർഫ്ലോ ഫ്ലാഗ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ 0 ഫ്ലാഗും സൈൻ ഫ്ലാഗും ഇതിനകത്ത് നമ്മൾ പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ പറയാനുള്ള. അടുത്തത് നമുക്ക് ഇൻസ്ട്രക്ഷൻസും കൂടി നോക്കാം. 8051 എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ വന്നിട്ട് ഇതിനകത്തുണ്ട്. ഏതൊക്കെയാണ് അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ, ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, ബിറ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻ. ഇതിൽ വരുന്ന എല്ലാ സാധനങ്ങളും തന്നെ എന്താണ് നമ്മളുടെ എന്താണ് ഈ ഫസ്റ്റ് കാണുന്ന അരിത്മാറ്റിക്, ബ്രാഞ്ച്, ഡേറ്റ ട്രാൻസ്ഫർ, ലോജിക് ഇൻസ്ട്രക്ഷൻ ഈ നാളും തന്നെ നമ്മുടെ 8085 വരുന്ന അതേ ഇൻസ്ട്രക്ഷൻസ് പോലെ തന്നെയാണ്. ഇതിൽ ബയോ ബിറ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് മാത്രം എന്താണ് ഇതിനകത്ത് 8051 വരുന്ന സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് 8051 യൂസ് ചെയ്യുന്ന എല്ലാ രജിസ്റ്റേഴ്സുകളും തന്നെ എന്താണ് ഓരോ ബിറ്റ് വൈസ് നമുക്ക് ഇൻസ്ട്രക്ഷൻസുകൾ പറയാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ബിറ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ട് ഇതിനകത്ത് എക്സ്ട്രാ ആയിരിക്കുന്നത്. ഇപ്പോൾ 8051 അരിത്മാറ്റിക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ട്, ലോജിക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അടുത്തത് വന്നിട്ട് ബിറ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഉള്ളത്. ഇനി ലാസ്റ്റ് നോക്കുമ്പോഴേക്കും അഡ്രസ്സിംഗ് മോഡ്സും ഏകദേശം നമ്മുടെ 8085 പോലെ തന്നെയാണ്. ഏതൊക്കെയാണ് അഡ്രസ്സിംഗ് മോഡ്സ്? ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഇൻസ്ട്രക്ഷനിൽ തന്നെ ഡേറ്റാസ് നേരിട്ട് തന്നിട്ടുണ്ടാവും. പക്ഷേ ഇൻസ്ട്രക്ഷനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഏതൊക്കെയാണ് മോഡ്സുകൾ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, രജിസ്റ്റർഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്റ്ററിൽ കൂടി നമുക്ക് എന്താണ് നമ്മൾ ഡേറ്റാവ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്രസ് ആയിരിക്കും അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവത്തുള്ളൂ. രജിസ്റ്റർ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രജിസ്റ്ററിൽ കൂടി അഡ്രസ് ഇൻഡയറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി ഇൻസ്ട്രക്ഷന്റെ അകത്ത് തന്നെ ആ അഡ്രസ്സിംഗ് മോഡ് ഉണ്ടാകുന്നതാണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. ഇത് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ്. ഇൻഡെക്സ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നതും ഇവിടെ വന്നിട്ട് ബിറ്റ് വൈസ് ഇൻസ്ട്രക്ഷൻസുകൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനത്തെ വരുന്ന ഒരു അഡ്രസ്സിംഗ് മോഡ്സ് ആണ് ഇൻഡെക്സ്ഡ്
അഡ്രസ്സിംഗ് മോഡ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്താണ് മൊത്തം 8051 6 ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ആണ് കാണുന്നത്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്സ്, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്, രജിസ്റ്റർ ഇൻഡയറക്റ്റ്, ഇൻഡെക്സ്ഡ്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്സ്. ഇൻസ്ട്രക്ഷൻ സെറ്റിൽ നമുക്ക് എക്സ്ട്രാ വരുന്നത് ബിറ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്. മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഈ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനിൽ തന്നെ വന്ന് ക്ലോസിംഗ് ആയിട്ടുണ്ട്. അതിനകത്ത് അതുകൊണ്ടാണ് ഇതിൽ സെപ്പറേറ്റ് കാണിച്ചിട്ടില്ല. ഇതിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ബിറ്റ് ഓറിയന്റഡ് ഇൻസ്ട്രക്ഷൻസുകളൊക്കെ ആയിരിക്കും. പിന്നെ എന്താണ് ഇതിനകത്ത് RS1 RS0 ബാങ്ക് സെലക്ഷനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ ഇതിനകത്ത് RS1 RS0 വന്നിട്ട് കോമ്പിനേഷൻസ് വന്നിട്ട് നോക്കുന്നില്ലെന്നുണ്ടെങ്കിൽ തുടങ്ങുമ്പോൾ തന്നെ 8051 വന്നിട്ട് മൈക്രോ കൺട്രോളർ തുടങ്ങുമ്പോൾ തന്നെ ഡീഫാൾട്ട് ആയിട്ട് ഏതാണ് ബാങ്ക് 0 ആയിട്ടും സെലക്ടഡ് ആയിരിക്കുന്നത്. ഫ്ലാഗ് രജിസ്റ്റർ വന്നിട്ട് പിന്നെ ആയിരിക്കും ഇൻസ്ട്രക്ഷൻസിൽ കൂടി ഏത് കോമ്പിനേഷൻസ് വരുന്നുണ്ടോ അതനുസരിച്ചിട്ട് ബാങ്കുകൾ വന്നിട്ട് നമുക്ക് സെലക്ടഡ് ആകും. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. മൊത്തം സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് 21 സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് 1 വേർഡിൽ വരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ബാങ്കുകൾ എത്ര ബാങ്കുകൾ ഉണ്ടെന്ന് ചോദിക്കും. 4 ബാങ്കുകൾ ഉണ്ട്. ഓരോ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. ടോട്ടലി ബാങ്ക് രജിസ്റ്റേഴ്സ് 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള രജിസ്റ്റേഴ്സുകൾ ഫുള്ളും 16 ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സ് ആയിരിക്കും. ഇവിടെ യൂസ് ചെയ്യുന്ന എല്ലാ രജിസ്റ്റേഴ്സും തന്നെ എന്താണ് ഓരോ ബിറ്റും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്റ്റേഴ്സ് ആണ്. അത് കഴിഞ്ഞിട്ട് മേലിൽ വരുന്നത് 80 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ 128 എന്താണ് 120ന്റെ പകുതിക്ക് മേലിൽ വരുന്ന 80 തൊട്ട് FF വരെയുള്ള രജിസ്റ്റേഴ്സ് ഫുള്ളും വരുന്നതാണ് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ റാം മെമ്മറിനെ കുറിച്ചിട്ട് പറയണം. നമ്മുടെ ഡേറ്റ മെമ്മറി വന്നിട്ട് എന്താണ് റാം മെമ്മറി 128 മെമ്മറിയാണുള്ളത്. റോ മെമ്മറി വന്നിട്ട് നമ്മുടെ 4 കിലോ ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് ഇരിക്കുന്നത്. അപ്പം നമ്മുടെ മൈക്രോ